വയനാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ആളെക്കൊല്ലി കാട്ടാന നിലവിൽ കർണാടക വനമേഖലയിലാണ് ഉള്ളത്. ആനയെ പിടികൂടുവാനുള്ള ദൗത്യം തുടരുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾ തമ്മിൽ കൂടിയാലോചന നടക്കുന്നുമുണ്ട്. കർണാടക വനമേഖലയിലുള്ള ആനയെ തുടർച്ചയായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ആന വനാതിർത്തിക്ക് പുറത്തെത്തിയാൽ വെടിവെക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദർ യാദവ് വയനാട്ടിൽ സന്ദർശനത്തിനെത്തി. കർണാടകയിലെയും കേരളത്തിലെയും വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുവാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ടെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. 1972 വനം സംരക്ഷണ നിയമം സെക്ഷൻ 11 അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ അധികാരം നൽകുന്നുണ്ട്. അതിന് പുതിയ നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യമില്ല. ആ അധികാരം സംസ്ഥാന സർക്കാരിനു കർഷകരെയും കാർഷിക വിളകളെയും സംരക്ഷിക്കുന്നതിന് ഉപയോഗിക്കാം. വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് 15.82 കോടി രൂപ അനുവദിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കുൾപ്പെടെ നഷ്ടപരിഹാരം നൽകാം. വയനാട്ടിൽ വന്യമൃഗശല്യം മൂലം വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കേരളം, കർണാടക, തമിഴ്നാട് സർക്കാരുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കർമ്മപദ്ധതി തയ്യാറാക്കും. അപകടകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് ഫോൺ കോളിലൂടെ പോലും അനുമതി നൽകാൻ സാധിക്കുമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് ജിതേന്ദ്രകുമാർ പറഞ്ഞു. അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് SP യാദവ്, ജില്ലാ കളക്ടർ രേണുരാജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. കേരളത്തിലെ ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു.